വഅമ്മൽ ഉഖ്തുൽ മുഫറദത്തു, തനിച്ച സഹോദരി, വേറെ ആരുമില്ല. ഒരാൾ മരിച്ചപ്പം അയാൾക്കൊരു സഹോദരി മാത്രമേ ഉള്ളൂ. പാപ്പയുടെ പെങ്ങൾ, നമ്മളെ വാപ്പ മരിച്ചെന്ന് വെച്ചോ, പാപ്പയുടെ പെങ്ങൾ ഒരമ്മായി, വേറെ ആരുമില്ല വാപ്പയ്ക്ക്. ഫലഹാൻ നിസ്ബു, അവൾക്ക് പകുതി കൊടുക്കേണ്ടി വരും. മയ്യിത്തിനെ ഏകയായ സഹോദരിയോ ഉള്ളെങ്കിലേ മയ്യിത്തിന്റെ പകുതി മുതലങ്ങ് കൊടുക്കണം. മനസ്സിലായില്ല? നേരത്തെ പറഞ്ഞില്ലേ, മകള് മാത്രമേ ഉള്ളെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യണം? പകുതി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ സഹോദരിയോ ഉണ്ടെങ്കിൽ സഹോദരിക്ക് പകുതി കൊടുക്കണം. ഫലിത്തിനത്തൈനി ഫസായിദൻ, രണ്ടോ രണ്ടിൽ പെരുത്തതോ ആയ സഹോദരിമാരാണുള്ളതെങ്കിൽ, മയ്യിത്തിന്റെ സഹോദരിമാരാ പറയുന്നേ, അവർക്ക് ഒട്ടാകെയുള്ള മുതലിന്റെ 2/3 ഭാഗം കൊടുക്കണം. ബാക്കി എന്ത് ചെയ്യണമെന്നൊക്കെ പിന്നെ പറയും. ഫർളായിട്ട് അവർക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. വേണ്ട. അമ്മൽ ഉഖ്തു, വൈകാനത്ത് ഇനി ആ ഉഖ്ത്ത് ആയാല് മിനല്ലബി, മയ്യിത്തിന്റെ വാപ്പൊത്ത സഹോദരിയാണെങ്കിൽ, മയ്യിത്തിന്റെ വാപ്പൊത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പാടെ സഹോദരിയാണ്. നമ്മളെ വാപ്പ മരിച്ചു, വാപ്പയുടെ സഹോദരിയുണ്ട്. വാപ്പയുടെ വാപ്പ പെണ്ണിട്ടിയിലുള്ള സഹോദരിയാണ്. മനസ്സിലായില്ല? എന്നാ പലഹുൻ നിസ്ബു, ഓർക്കുമ്പോ അത് തന്നെ. വലിതിനൈനി ഫസായിദൻ അസുലുസാനി. വലിൽ ഉഖ്തി മിനൽ അബി, അല്ല വാപ്പൊത്ത സഹോദരി ഒന്നോ ഫസായിദൻ ഒന്നിൽ വരുത്തതാണെങ്കിൽ ആരോടുകൂടെ? മഅ ശഖീഖത്തിൽ മുഫറദത്തി, മുഫറദത്തായ ഒരു സഹോദരിയുണ്ട്. മുഫറദത്തായ ശഖീഖിയ സഹോദരി. ഞാൻ മരിച്ചെന്ന് വെച്ചോ, ഞാനാണ് മയ്യിത്ത്, ഞാനും എന്റെ വാപ്പയും എന്റെ ഉമ്മയും, അഥവാ ഞാൻ വന്ന വയറ്റിൽ നിന്ന് തന്നെ വേറെ ഒരു സഹോദരി, വേറൊരു പെങ്ങൾ വന്നിട്ടുണ്ട്, എന്റെ പെങ്ങൾ. മനസ്സിലായില്ല? അതേപോലെ എന്റെ വാപ്പ വേറൊന്ന് കെട്ടിയിട്ടുണ്ട്, അതിലൊരു പെങ്ങളുണ്ട്. അതിലൊന്നോ രണ്ടോ മൂന്നോ പെങ്ങളുണ്ട്. മനസ്സിലായില്ല? അവർക്ക് 6 കൊടുക്കണം. എന്റെ നേരെ സഹോദരിക്ക് പകുതി കൊടുക്കണം. ഈ പകുതിയും ഈ 6 കൂടെ കൂടുമ്പം 2/3 പൂർത്തിയാക്കുന്നതാണ്. പകുതിയായ 12 ഉണ്ടെന്ന് വെച്ചോ, ഞാൻ മരിക്കും 12 രൂപയുണ്ട്. അപ്പൊ എന്റെ പകുതി സഹോദരിക്ക് കൊടുക്കണമല്ലോ, 6 പകുതി. മനസ്സിലായില്ല? പിന്നെ മറ്റവരാരാ? എന്റെ വാപ്പത്ത സഹോദരിമാരുണ്ട്, അവർക്ക് 6 കൊടുക്കണം. 12 4 എത്ര? 12 4 എത്ര? 8 2. ആ 2 ഈ 6 കൂടുമ്പോ എത്രയാവും? 8 ഈ 8 എന്നുള്ളത് 12 എത്ര? ഇപ്പൊ മനസ്സിലായ? തക്മിലത്തെ സുലുസൈനി, 3/2 പൂർത്തിയാക്കുന്നതായ സുദുസ്. ആ സുദുസ് ആർക്ക് കൊടുക്കും? വാപ്പോത്ത സഹോദരിക്ക് കൊടുക്കും. മനസ്സിലായ? എന്നാണ് അവളം കാണുന്നത്? കടിയെടുത്തു കൊണ്ടുവന്നു. ആൾക്കാർ തന്നെ അവരങ്ങ് സ്വർഗത്തിൽ പോകും. നമ്മൾ തിന്നിന്നോ? തിരിഞ്ഞോ? അപ്പൊ 3/2 3/2 പൂർത്തിയാക്കിയ 6/1. വല്ല അഖവാത്തു, സഹോദരിമാർ, തീറ്റിയും കൂടിയും തീറ്റും കൂടിയാൽ ചാപ്പാടം കൊണ്ട് കഴിച്ചോളൂ, അത് ദഹിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അടുത്ത കടിയും കൂടി വന്നു.
കുറ്റേട്ടാ എന്നെ എടുത്തോണ്ടോ ഇനി പോയില്ല മറ്റേ വേറെ ഉണ്ടോ? പിന്നെ വല്ല അഹവാത്തു അല്ല ഒരു മയ്യിത്തിന് പെൺമക്കളുമുണ്ട് സഹോദരിമാരുണ്ട്. വല്ല അഹവാത്തുൽ അശിഖാവു അപ്പയും ഉമ്മയും എത്ര സഹോദരിമാരാകുന്നത് മഅൽ ബനാത്തി പെൺമക്കളുകളോടുകൂടെ അസബത്തുൻ അവർ അസബക്കാരാണ്. ഭർത്താക്കൾ മുതലേ ഒരു പരസ്പരം സമമായി വ്യവഹരിച്ചു എടുക്കണം എന്നതിന്റെ അർത്ഥം എന്താ? ഫൈൻ ഫുഖിദിന ഇനിയിപ്പം പെൺമക്കളില്ലെങ്കിലോ ഫൽഅഖവാത്തു മിനൽ അബി ശഖീഖിയായ സഹോദരിമാരില്ല എങ്കിൽ ഫൽഅഖവാത്തു മിനൽ അബി വാപ്പ ഒറ്റ സഹോദരിമാർ. മനസ്സിലായോ? മിസാലു അതിന് ഉദാഹരണം പറഞ്ഞുതരാം. ബിന്ദു മയ്യിത്തിന് ഒരു മകൾ, വഖുത്തുൻ മയ്യിത്തിന് ഒരു സഹോദരി. ഞാൻ രണ്ടെണ്ണം അപ്പാച്ചെടുത്തോണ്ട് വിളിക്കും. ലിൽ ബിന്ദി നിസ്ഫ് വൽ ബാഖി ലിൽ ഉഖ്ത്. ആഖിറത്തെ പകുതി തന്നെയല്ലേ അത് സഹോദരി. ബിന്ദാനിയുണ്ട്, ഉഖ്തുൻ ശഖീഖത്തും ഉണ്ട്, ഉഖ്തുൻ ലി അബിൻ ഉണ്ട്. രണ്ട് പെൺമക്കളാകുമ്പം മയ്യിത്തിന് രണ്ട് പെൺമക്കളാകുമ്പോൾ സുൽത്താൻ കൊടുക്കണം. എന്താ ബാക്കി ഷഖീഖത്തിനും ഷഖീഖിയ സഹോദരിക്കും കൊടുക്കണം. അവിടുന്ന് എണ്ണ ചെലുത്തുണ്ടോടാ ഇവനെ കരിഞ്ചീരത്തിന്റെ ഇടയ്ക്കിടക്ക് ആകുമ്പോഴൊക്കെ പോയി കിടക്കുന്നു. വലിൽ ഉഖ്തി ഉഖ്തുൻ എന്താ ഉഖ്തുൻ ലി അബിൻ ഉണ്ട്. വലിൽ ബിന്ദൈനി രണ്ട് പെൺമക്കൾക്ക് സുൽത്താനി മൂന്ന് രണ്ട് കൊടുക്കണം. വൽ ബാക്കി ബാക്കിയുള്ളത് ഷഖീഖിയായ സഹോദരിക്ക. വാപ്പത്തെ സഹോദരിയോ വീട്ടിൽ പോയിരുന്നു നമുക്ക്. വലാ ശൈഅ ലിൽ ഉഖ്റ വാപ്പത്തെ സഹോദരിക്ക് എന്തില്ല ഒന്നുമില്ല. മനസ്സിലായേ? ഷഖീഖിയായ സഹോദരി ഉണ്ടല്ലോ എന്റെ സഹോദരിക്ക് കൊടുക്കും. എന്റെ വാപ്പത്തെ സഹോദരിയുണ്ട്. എന്റെ വാപ്പ വേറൊരു പെണ്ണ് കെട്ടി അതിനകത്തുള്ള നമ്മളുമ്മ അല്ലാത്ത വേറൊരു പെണ്ണിനെ കെട്ടിയെത്തിട്ട് അതിനകത്തൊരു പെൺകുട്ടിയുണ്ട്. അതെന്റെ വാപ്പ ഒത്ത സഹോദരിയാണ്. അവർക്കൊന്നുമില്ല. എന്റെ നേരെ സഹോദരി ഉള്ളതിനോട് കൂടെ വേണ്ടാ കഴിഞ്ഞു. ഇനി ഉമ്മുമ്മയുടെ കാര്യം പറയാം. فإن كن نساء فوق اثنتين فلهن الثلث ما ترك فإن كانت واحدة فلها النصف എന്നായത്. കരിഞ്ചീരത്തിന് എന്നെ അടിരിപ്പുണ്ട്. ഞാൻ ഏതാണ്ടൊക്കെ എടുത്തോണ്ടിരിക്കും. ഇത് കുടിച്ചിട്ട് ഞാൻ മരിക്കാനാണ്. അമ്മൽ ജദ്ദത്തു അമ്മൽ ജദ്ദു ഉമ്മുമ്മ താരത്തൻ ചിലപ്പോൾ ആ ഉമ്മുമ്മ അമ്മൽ ജദ്ദു നെലുപ്പ മയ്യത്തിന്റെ ഉപ്പുപ്പ താരത്തൻ ഉപ്പുപ്പ യക്കൂനു ഉപ്പുപ്പാടെ കൂടെ ഉണ്ടാവും. ഇഖ്വത്തുൻ വഅഖവാത്തുൻ ഒരാൾ മരിച്ചപ്പോൾ അയാൾക്ക് കുറെ സഹോദരിയുണ്ട്, സഹോദരന്മാരുണ്ട്, ഉപ്പായുണ്ട്. ഞാൻ മരിച്ചെന്ന് വെച്ചോ എന്റെ ഉപ്പുപ്പ ഉണ്ട്, എനിക്ക് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്.
തിരിഞ്ഞോ? പിന്നെ അങ്ങനൊരു കോലം വരാം അപ്പൂപ്പാക്കി. ഇനി പ്രധാനത്തൻ ചിലപ്പോഴില്ല, ഇപ്പൊ ഒറ്റയ്ക്കാണ്. അപ്പൊ നോക്കണം, ഫൈലം യക്കൂനും സഹോദരിമാരും സഹോദരന്മാരാരുമില്ല. മാഹു ഉപ്പായോട് കൂടെ മയ്യത്തിന്റെ സഹോദരന്മാരും ആരുമില്ല. മനസ്സിലേ? ഒരാൾ മരിച്ചപ്പം ഉപ്പുണ്ട്, അപ്പയില്ല, ഉപ്പുണ്ട്, സഹോദരന്മാരാരുമില്ല. നീ മയ്യത്തിന് മക്കളുണ്ട്. മഅൽ ഇബ്നി മകനോടുകൂടെ, വബിനുൽ ഇബ്നി ഫലഹു അപ്പൂപ്പയ്ക്കുണ്ട് അസുദുസു ആറിലൊന്നുണ്ട്. ആരോടുകൂടെ? മകനോടുകൂടെയും വബിനുൽ ഇബ്നി മകന്റെ മകനോടുകൂടെയും ഉപ്പയ്ക്ക് ആറിലൊന്നും കൊടുക്കും. അല്ല അപ്പൊ മഅദമിഹിമ മയ്യത്തിന് മകനില്ല, പിന്നെയോ മകന്റെ മകനും ഇല്ല. എന്നാ ഉപ്പുപ്പ അസബക്കാരനാണ്. ഞാൻ മരിച്ചായിട്ട് ഉപ്പുപ്പയ്ക്ക് എന്റെ മുതലെല്ലാം എടുത്തോണ്ട് പോവാം. അസബത്തുൻ കമാസൈത്തി അതുകൊണ്ട്. ഇനി ഉപ്പുപ്പയോടുകൂടെ ആരുണ്ട്? മയ്യത്തിന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ ആ സഹോദരന്മാര് തന്നെ എങ്ങനെ വരും? ഷഖീഖിയായ സഹോദരന്മാരോടുകൂടെ ഉപ്പുപ്പ വരാം. അതല്ലെങ്കിൽ വാപ്പോത്ത സഹോദരന്മാരോടുകൂടെ ഉപ്പുപ്പ വരാം. രണ്ടു കോലം. വൈങ്കാനമാഹു ഇഖ്വത്തുൻ കണ്ടാ, ഉപ്പയോടുകൂടെ ഉണ്ടെങ്കിൽ സഹോദരിമാരുണ്ട്, സഹോദരന്മാർ, അഖീഖുവത്ത് സഹോദരന്മാർ. പിന്നെ അഖവാത്തുൻ സഹോദരിമാരുണ്ടെങ്കിൽ എങ്ങനത്തെ സഹോദരിമാര്? അശിഫാവു ആണ്, ഔലിയബിൻ. നഫതാരത്തൻ ചിലപ്പോൾ യക്കൂൻ ഉപ്പുപ്പയാകും ആകും ഈ സഹോദരന്മാരോടുകൂടെ. അടയിലാണെന്ന് പോവാ മരിച്ചിട്ടില്ലേ? സഹോദരന്മാരോടുകൂടെ ഫർളുടയാളാവും ചിലപ്പോ. താരത്തൻ ചിലപ്പോഴോ ഇല്ല, ഫർള് കാണത്തില്ല, നഷ്ടമായിട്ട് കൊണ്ടുപോകും. വെള്ളെടുത്തോണ്ട് ഇങ്ങോട്ട് കഴിക്കുന്നു, ചൂടുണ്ടോ അവിടെ? താരത്തൻ ചിലപ്പോഴില്ല, ആരും കാണില്ല, ഫർളുകാരില്ലാതെ വരും. ഫർളുടയവരുണ്ടാകും, താരത്തല്ല. ഫഇല്ലം യകുൻ മഅഹും ദൂ ഫർള്, ഫർളുടയവർ വേറെ ആരും ഇല്ല. ഈ ഇപ്പുപ്പായും ഉണ്ട്, പിന്നെന്തുണ്ട്? ഈ സഹോദരനുണ്ട്, സഹോദരന്മാരുണ്ട്. എന്നാ ഖാസമൽ ജദ്ദു ഓഹരി പിടിക്കും അല്ലിഖ്വത്ത സഹോദരന്മാരെ. എന്നിട്ട് ദൈവ അസബ ആ ജദ്ദ് അസബക്കാരനാക്കും ഇനാഥവും ആദിത്യങ്ങളെ പെണ്ണുങ്ങളെ ഏടാ സഹോദരിമാരെ അസബക്കാരനാക്കി ഞെടുക്കവര്. എപ്പോഴും മാലം യങ്കുസ് മാ യഖുസ്സുഹു ബിൽ മുഖാസമത്തി, ഓഹരിക്കൽ കൊണ്ട് അയാളുടെ മുതൽ ചുരുങ്ങുന്നില്ല എങ്കിൽ, അൻസുലിത് ജമീൽ മാലി മുതൽ ഒന്നാകത്തൊട്ട് ചുരുങ്ങുന്നില്ല എങ്കിൽ, ചുരുങ്ങിയാ പിന്നെ മുഖാസമത്തല്ല ആറിലൊന്നും എടുക്കും കേട്ടാ. അവർക്ക് ഫൈനക്കസ ചുരുങ്ങുകയാണെങ്കിൽ അത് നോക്കുക ഏതാ കൂടുതലൊന്നും. ഒറ്റാകളുടെ മുതലിന്റെ ആറിലൊന്നും എടുക്കലാണോ അതല്ല ഓരിച്ചെടുക്കലാണോ നോക്കുമ്പോഴേ അയാൾക്ക് ഫർളിന്റെ അകലുകാരനായിട്ട് കിട്ടിയാൽ ഇത്ര കിട്ടും, ഓഹരിച്ചാൽ ഇത്രേ കിട്ടുകയുള്ളൂ. എന്നാ പിന്നെ ഓഹരിക്കില്ല. അവർക്കുള്ള ഫർളിന്റെ അകലുകാരെ കൊടുത്തിട്ടൊക്കെ നമ്മളെടുത്തോണ്ട് പോകും പിന്നെ ബാക്കിയുള്ളൂ കേട്ടാ. ഫൈനഹു യുഫ്റന്നുലഹു അയാൾക്ക് ഫർളാക്കപ്പെടും, വയുജാലുൽ ബാക്കിയുള്ളതിനെ കൊടുക്കപ്പെടും. ഇഖ്വത്തി വൽ അഖവാത്തി സഹോദരന്മാർക്ക് എത്ര കൊടുക്കും?
മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ഒരാണിന് 2 പെണ്ണുങ്ങളുടെ കണക്കനുസരിച്ച്. 2 പെണ്ണിന് 4 ആണെങ്കിൽ ഒരാണിന് 8 കൊടുക്കും. തലയെണ്ണുമ്പോൾ ആണിനെ 2 ആക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ പുറത്ത് 2 പേരെ ഉള്ളെങ്കിൽ 4 ആകും അന്നേരം. 2 പെണ്ണുങ്ങളും ഒരു പെണ്ണിനെ 2 ആക്കും. അപ്പൊ 2 തലയായത്. മനസ്സിലായി? അപ്പൊ പറയട്ടെ, മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, 2 പെണ്ണിനുള്ള ഹദ്ദ് ഒരു ആണിന് കൊടുക്കും. മിസാലുഹു, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ജദ്ദുൻ, ഒരാള് മരിച്ചപ്പോ ആരുണ്ട്? ഉപ്പുപ്പയുണ്ട്. ഓ ഉഖ്തുൻ, സഹോദരിയുണ്ട്. ഓ ഉഖ്താനി, 2 സഹോദരിമാർ. അല്ലെങ്കിൽ ഔ അർബഅൻ, 4 സഹോദരിമാരുണ്ട്. മനസ്സിലായോ? ഒരു കൊല്ലം 4 3 സഹോദരിമാരെ, അല്ലെ ഉപ്പുപ്പയും വാഹുൻ, ഒരു സഹോദരി. ഔ അഖവാൻ, അല്ലെ 2 സഹോദരന്മാർ, ഒരു സഹോദരനും 2 സഹോദരന്മാർ. അല്ലെങ്കിൽ ഔ അഖുൻ ഔ ഉഖ്തുൻ, അല്ല ഔ അഖുൻ, ഉപ്പുപ്പ ഒരു സഹോദരൻ ഒരു സഹോദരൻ. ഔ അഖുൻ, ഉപ്പുപ്പ ഒരു സഹോദരൻ. ഔ ഉഖ്താൻ, 2 സഹോദരിമാർ. ഇവിടെയെല്ലാം ഫയുഖാസിമു, ഓഹരിച്ചെടുക്കും. ഫി ഹാദിഹി സുവരി, ഈ പറഞ്ഞ കോലങ്ങളിലെല്ലാം ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ആയിക്കൊണ്ട്. കേട്ടോ? വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലല്ലോ, പേര് മാത്രമല്ലേ ഉള്ളൂ. ജദ്ദിന് ഓഹരിക്കലാണ് നല്ലത്. ജദ്ദുൻ ഉഖ്തുൻ, അല്ലേ? ഉപ്പയുണ്ട്, ഒരു സഹോദരിയുണ്ട്. കണ്ടാ? ഉപ്പയും ഒരു സഹോദരിയും ഉണ്ടെങ്കിൽ 3-ൽ 2 ഉപ്പ എടുക്കും. ഒരു സഹോദരിക്ക് എന്ത് ചെയ്യും? 3-ൽ 1 കൊടുക്കും. ശരിയാ? മെയ്യത്തിന് സഹോദരിയല്ലേ? അപ്പൊ ഉപ്പുപ്പയുണ്ടല്ലോ അവിടെ. അപ്പം 12 ഉണ്ടെങ്കിൽ ഓഹരിച്ചെടുക്കും. 3 പേര്. ഇപ്പൊ 2 പേരല്ലേ? 2 പേരല്ലേടാ? അപ്പൊ ഒരാണിനെ 2 ആക്കും. അപ്പൊ 3 തലയില്ലേ? 3 തലയില്ലേ? 3 തലയിൽ 2 തലയ്ക്ക് 8 കൊടുക്കും. ഒരു തലയ്ക്ക് 4 കൊടുക്കും. ഉപ്പുപ്പയ്ക്ക് 8, സഹോദരിക്ക് അതിലിപ്പോ ഓഹരിച്ചെടുക്കലാവും. അയാൾക്ക് കൂടുതൽ കിട്ടുന്നത്. അല്ല പറന്നാക്കി കൊടുത്താൽ 6 കൊടുക്കത്തു. അല്ല ഏക സഹോദരിയും ഉണ്ടെങ്കിൽ എന്താവും? നമ്മൾ കൊടുത്താൽ എന്താകും? പകുതിയും കൊടുക്കും. പിന്നെ 6 കിട്ടത്തുള്ളൂ ഉപ്പുപ്പയ്ക്ക്, 12 ഉണ്ടെങ്കിൽ. മനസ്സിലായില്ല? അതല്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഓഹരിക്കാനാണ്. പറന്നിന്റെ അഖിലുകാരായിട്ട് കൊടുത്താൽ 6 കൊടുക്കും. 6 ബാക്കി 6 ഉള്ളു. അസബയായിട്ട് 6 കിട്ടത്തുള്ളൂ. അതായത് ഓഹരിച്ചെടുത്താലോ 8 കിട്ടും. മനസ്സിലായില്ല? ഒരു തലയിൽ 2 എണ്ണിയാകല്ല. 2 പെണ്ണിനുള്ളത് ഒരാണിനെ 4 ഇപ്പൊ 2 പെണ്ണിനുള്ളത് ഒരാണിനാകുമ്പോൾ ഒരാണിനെ 2 പെണ്ണായിട്ട് കൂട്ടിയാൽ മതിയല്ല. അവ 2 തലയായിട്ട് കൂട്ടും. ഉപ്പുപ്പായ 2 തലയായിട്ട് കൂട്ടുമ്പോൾ 4 4 8 കിട്ടും. മനസ്സിലായി? ബാക്കി 4 ആരും ഉണ്ടോ? സഹോദരിയുണ്ട്. അവിടെ മുക്കാസമത്താണ് എളുപ്പം, കൂടുതൽ നല്ലത്. ഉപ്പുപ്പയ്ക്ക് നല്ലത് ഏതാ? അല്ലെങ്കിൽ ഒരു ഉപ്പുപ്പായും ഉഖ്താനിയും 2 സഹോദരിമാരുണ്ട്. കണ്ട? അവിടെയും മുക്കാസമത്ത് തന്നെയാണ് നല്ലത്. ഉഖ്താനിക്ക് നിസ്ബ് കൊടുക്കും. 2 സഹോദരിമാരല്ലേ? ലോകമ്മ അയാൾക്ക് കൊടുക്കും. അല്ല ഉഖ്താനി അയാൾക്ക് പകുതി കൊടുക്കും. ലോകമ്മ അവർക്ക് 2 പേർക്കും ബാക്കി പകുതി കൊടുക്കും. അവിടെയും മുക്കാസമത്താണ് അഹദ്ദായത്. കേട്ടാ? ഔ ജദ്ദുൻ വ സലാത്തുൻ, അവിടെയും അയാൾക്ക് എന്ത് ചെയ്യും? 3 അല്ലേ? 3 ഉപ്പയിലെ 5. അപ്പൊ 5 തലയായിട്ടെടുക്കും. 3 2 5 എടുത്തില്ലേ? ഉപ്പ 2 എണ്ണിയല്ലേ? 5 തലയാകുമ്പോ അതിന്റെ 5-1 ആർക്ക് കൊടുക്കും? 2 5-1 ആർക്ക് കൊടുക്കും? ഉപ്പാപ്പയ്ക്ക് കിട്ടും.
ബാക്കിയുള്ള 3/5 ആ കൊടുക്കും, സഹോദരിമാർക്ക് കൊടുക്കും. അവിടെയും അവൾക്ക് മുഖാസമത്താണ് നല്ലത് കേട്ടാ. അവ ജദ്ദുൻ വാർബായി അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഇനി അങ്ങനെ പോയാൽ അങ്ങനെ എണ്ണും. ഈ ഉപ്പ 2 തലയായിട്ട് എണ്ണിയിട്ട് ഓഹരിച്ചിട്ട് 2 ഓഹരിപ്പ എടുക്കും ബാക്കിയുള്ളവർക്ക്. അപ്പൊ ആ ഓഹരിയാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഇനി ഹിങ്കാനമാകും ഉപ്പയുടെ കൂടെ ഉണ്ട് ഫറന്നുടയവരുണ്ട്, ഒന്നിൽ പെരുത്തലൊക്കെ ഉണ്ടെങ്കിൽ ഫുരീള ലിദിൽ ഫറദ്, ഫറന്നുടയവർക്ക് ഫറന്നാക്കപ്പെടും ഫറന്നുകളുടെ ഫറന്നങ്ങൾക്ക് വേണ്ട. സുമ്മ യുഅ്തൽ ജദ്ദു, പിന്നെ ഉപ്പയ്ക്ക് കൊടുക്കപ്പെടും മിനൽ ബാക്കിയുള്ളതിൽ നിന്നും അല്ല ഔഫറ, ഏറ്റവും പരിപൂർണമായത് ലഹു ഉപ്പയ്ക്ക് മീൻ സലാദത്തി അഷ്യ, ഒന്നാകെയുള്ള 3 കാര്യങ്ങളിൽ നിന്നും ഏറ്റവും പരിപൂർണമായത് ഏതാണോ ആ കോലത്തിൽ എടുക്കാൻ പറ്റും. ജദ്ദ് ഇഖ്വത്തിന്റെ മസലയാണ്. ജദ്ദ് ഉഖ്ത് ഇഖ്വത്ത് അഖ് ഇഖ്വത്ത് അല്ലെങ്കിൽ ഉഖ്ത് അഖവാത്ത്. ഒരു മയ്യിത്ത് ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഉപ്പുപ്പയുണ്ട്, സഹോദരിയും സഹോദരന്മാരുമുണ്ട്. ഫർദുടയവരുണ്ടെങ്കിൽ ഫർദുടയവരാരാ? ഇനി പിന്നെ ഈ ഓരോ കൂടെ സൗജുങ്ങളുണ്ട്. ഒരാൾ മരിച്ചപ്പോൾ സൗജുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗജത്തുണ്ട്. ഫർദുടയവരല്ലേ അവർ തിരിഞ്ഞ ഫർദുടയവരുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യുക? ഫർദുടയവർക്ക് ഫർദ് കൊടുക്കും, മനസ്സിലായി? ബാക്കിയുള്ളത് ഓഹരിക്കും. ആ ഓഹരിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇയാൾക്ക് ഏറ്റവും ഉപ്പുപ്പയ്ക്ക് അനുകൂലമായി ഉപ്പുപ്പയ്ക്ക് കൂടുതൽ കിട്ടുന്ന ഏതാണോ ആ രീതിയിലായിരിക്കും എടുക്കേണ്ടത്. ഒന്നുകിൽ കൂടുതൽ കിട്ടുന്നത് ഓഹരിക്കലും ഉണ്ടാകും, അല്ലെങ്കിൽ ബാക്കിയുള്ളതിന്റെ 3/1 ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നാകെയുള്ള മുതലിന്റെ 6/1. ഒന്നാകെയുള്ള മുതലിന്റെ 6/1 ഉപ്പയ്ക്ക് കൂടുതൽ, എന്താ പിന്നെ ഒന്നാകെയുള്ള മുതലിന്റെ 6/1 കൊടുക്കും. അതല്ല ഫറദിന്റെ അകലുകാരെ കഴിച്ചിട്ട് ബാക്കിയുള്ളതിനെ 3ആയിട്ട് ഓഹരിക്കുമ്പോൾ അതാണ് കൂടുതൽ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. തിരിഞ്ഞോ? അങ്ങനെ ഇനി പറയാൻ പോകുന്നത്